നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കെ.പി. ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി. ചെയ്തത് ജനാധിപത്യ മര്യാദ അനുസരിച്ചല്ലെന്ന് ഗണേഷ് കുമാർ. പത്തനാപുരത്ത് നടന്ന ആദിത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും, എന്റെ രേഖയുണ്ട്. കേസ് കൊടുക്കട്ടെ എന്ന് ജി സുകുമാരൻ നായർ. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. ആഘോഷമാക്കി പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ. വി ഡി സതീശനെതിരെ NSS മുഖ്യമന്ത്രി അഹങ്കാരി എന്ന് സുകുമാരൻ നായർ. കാണാൻ അനുമതി തേടിയിട്ടും നൽകിയില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും മുന്നറിയിപ്പ്. ജനറൽ സെക്രട്ടറിയുടെ വിമർശനം ബജറ്റ് സമ്മേളനത്തിൽ. സർക്കാർ മാറിയപ്പോൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്ക് കുരുക്ക് മുറുകുന്നു. ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകി വിജിലൻസ് ഡയറക്ടർ. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. 70 കേസുകളിൽ അന്വേഷണം തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ വാക്പോര് കനക്കുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് യുവജന സംഘടനകൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ ആ കെണിയിൽ നിന്ന് ജനാധിപത്യ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകണമെന്ന് ഐക്യകണ്ഠേന ഈ പ്രമേയത്തിലൂടെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് വി ശിവൻകുട്ടി. മെയ് 8 ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം അയച്ച കത്ത് പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ നിർണായക നീക്കം. PD സന്തോഷിനെതിരെ അന്വേഷണത്തിന് SIT കത്ത്. കൊള്ള എവിടെ നടന്നാലും അന്വേഷിക്കണമെന്ന് K ജയകുമാർ. അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കണ്ണൂർ വാണിയപ്പാറയിലെ പള്ളിക്കല്ലറയിലെ ദുരൂഹത തുടരുന്നു. പോലീസ് നിലപാട് തള്ളി പള്ളി വികാരി. തുറന്നു പരിശോധിക്കണമെന്ന ആവശ്യം. നാളെ ഇടവക അംഗങ്ങളുടെ യോഗം. മൂന്നാർ പീഡനക്കേസിൽ 2 പേർ അറസ്റ്റിൽ. +2 വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി. കൊയിലാണ്ടിയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി റോഡിൽ ഉപേക്ഷിച്ചു. നീറ്റ് പുനഃപരീക്ഷ നാളെ. കേന്ദ്രങ്ങൾക്ക് കനത്ത സുരക്ഷ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലോകകപ്പിൽ ഹെയ്ത്തിയെ 3-0 തകർത്ത് ബ്രസീൽ. ആഘോഷമാക്കിയ ആരാധകർ. പത്തരയ്ക്ക് നെതർലൻഡ്സ് സ്വീഡൻ പോരാട്ടം. ജർമ്മനിയുടെ എതിരാളികൾ ഐവറി കോസ്റ്റ്. ഇക്വഡോർ കുറസോവ മത്സരം പുലർച്ചെ 5:30. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. K.B. ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്ത്. ഗണേഷ് കുമാറിന് മാത്രം ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകിയില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പിന്തുണയില്ലാതെ വന്നതോടെയാണ് അംഗത്വം പുതുക്കി നൽകാതിരുന്നത്. ഗണേഷ് കുമാർ ഒഴികെ കാലാവധി കഴിഞ്ഞ മറ്റ് 8 പേർക്കും അംഗത്വം പുതുക്കി നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താലൂക്ക് യൂണിയനുമായി ഏറ്റുമുട്ടലായിരുന്നു ഗണേഷ് കുമാർ. തീരുമാനം പ്രവർത്തനം നോക്കിയെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. പത്തനാപുരം താലൂക്ക് യൂണിയനെതിരെ K.B. ഗണേഷ് കുമാറും രംഗത്തെത്തി. ഇല്ല മോനെ, ഞാൻ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ NSSൽ ഈ മരിക്കുന്നവരെ സ്ഥാനം ഇരിക്കുന്ന ആളാണ്. അല്ലല്ലോ, മാറി തിരിഞ്ഞൊക്കെ വരും. പ്രാദേശികമായി ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഇതിനൊരു ഘടകമായി മാറിയിട്ടുണ്ടോ? ഇതിന്റെ ഭാഗമായിരിക്കാം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. തുടർന്ന് പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. പ്രാദേശികമായി കമ്മിറ്റിയിൽ 12 പേരെ പിന്തുണ എനിക്കുണ്ട്. അതാണ് ഡെമോക്രസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സ്ഥാനമാനങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല. NSSൽ വന്ന അതിന് വേണ്ടതല്ല. ഞാൻ ജനറൽ സെക്രട്ടറിക്ക് പിന്തുണ കൊടുക്കുന്ന ആളാണ്. ഒരു തെറ്റ് ജനാധിപത്യ രീതിയിലുള്ള പത്തനാപുരത്ത് നടന്ന ആദിത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും, എന്റെ രേഖയുണ്ട്. മുന്നോട്ട് നടപടി അതൊക്കെ നിയമ നടപടിയൊന്നുമില്ല. NSSനെതിരെ ഒന്നും കേസ് കൊടുക്കില്ല. 14 വർഷത്തിന് ശേഷം അല്ല, ഞാൻ ഒരു ടൈമിൽ ഇരുന്നുള്ളൂ. കഴിഞ്ഞ ടൈമിൽ മാത്രമേ. ഈ 3 വർഷം മാത്രമേ. ഞാൻ 14 വർഷം
ഇല്ല, അതൊക്കെ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്, എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റ് ആളുകളെല്ലാം നിലനിർത്തുന്ന ഇല്ല, അത് കുഴപ്പമില്ല, അവരെ ആവശ്യപ്പെട്ടാണ്, ഞാൻ ചോദിച്ചില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ചോദിച്ചിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വെച്ചതും അദ്ദേഹം തന്നെ വെച്ചാണ്, ഞാൻ ചോദിച്ചിട്ട് വെച്ചതല്ല. ഞാൻ ചോദിക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ തരും. ഞാൻ അദ്ദേഹത്തോട് പണ്ടും പറഞ്ഞിട്ടുണ്ട് കൂടെ ഉണ്ടാവും, പക്ഷേ സ്ഥാനമാനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചു, ബോർഡിൽ വെച്ചു. ഇപ്രാവശ്യം വേറൊരാളാണ് നല്ലതെന്ന് തോന്നി വെച്ചു. അതിനെന്താ കുഴപ്പം? അതിലൊന്നും കുഴപ്പമൊന്നും. അദ്ദേഹം NSSനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സുകുമാരൻ നായർ സാറിന് അധികാരമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഇത്തവണ തീർന്നു, വീണ്ടും എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പുറത്താക്കിയൊന്നുമില്ല. ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേര് മാറ്റി, ചിലപ്പോൾ 3 പേരെ മാറ്റി. ഇത്തവണ ഒരാളേ ഉള്ളൂ, ബാക്കി 8 പേരും യൂണിയനെ സംബന്ധിച്ച് യഥാർത്ഥ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് കോറം നഷ്ടപ്പെടത്തക്ക രീതിയിൽ രാജിവെടുത്തത്. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? ജനാധിപത്യം ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ജനാധിപത്യം ഇല്ലെന്ന്, NSSന് ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? മുഖ്യമന്ത്രി VD സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. സതീശൻ അഹങ്കാരി എന്നാണ് വിമർശനം. സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് നൽകിയില്ല എന്നാണ് വിമർശനം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറായത്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കോടതി ഉത്തരവ് വന്ന ശേഷം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനകൾ. MSF സർക്കാരിന് കത്ത് നൽകിയതിന് പിന്നാലെ യൂത്ത് ലീഗ് വള്ളികുന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ഈ നീക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ, ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുതെന്നാണ് പ്രമേയം. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാൻഡേറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ജനങ്ങൾ നൽകിയത്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറണം. കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണെന്നും പ്രമേയം പറയുന്നു. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തങ്ങളുടെ വർഗീയ അജണ്ടകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്ക് മാതൃകയായി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് വർഗീയ അജണ്ടകൾ പ്രസരിപ്പിക്കാനുള്ള നീക്കത്തിനുമുള്ള സംഘപരിവാറിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ ആ കെണിയിൽ നിന്ന് ജനാധിപത്യ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്ന് ഐക്യകണ്ഠേന ഈ പ്രമേയത്തിലൂടെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. LDF സർക്കാരിന്റെ കാലത്ത് തന്നെ കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായെന്ന മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് മുൻമന്ത്രി V ശിവൻകുട്ടി പദ്ധതി നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞ മേയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നയച്ച കത്താണ് പദ്ധതി കേരളം മരവിപ്പിച്ചിരുന്നതിന് തെളിവായി മുൻ വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തിക്കാട്ടുന്നത്. ഡോക്ടർ K വാസുകി IAS ഇവിടെ നിന്നും 12/11/2025 അയച്ച ഒരു കത്തുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങൾ അതിന് വിഡ്രോ ചെയ്യുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്തുണ്ട്. ആ കത്ത് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, അങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട്. 2 കാര്യങ്ങൾ ആ കാര്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുക്കുകയും അവർ രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സഞ്ജയ് കുമാർ IAS നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകന് അയച്ച ഒരു കത്താണ്. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കേരളത്തിൽ നിന്ന് അങ്ങനെ നടപ്പിലാക്കുന്നില്ല, വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിലും
അതിനൊരു മറുപടിയും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. PM ശ്രീയിൽ സർക്കാരിനെതിരെ CPM നിലപാട് കടുപ്പിക്കുകയാണ്. അധികാരം കിട്ടിയപ്പോൾ UDF യു-ടേൺ അടിച്ചെന്ന് CPM ആരോപിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ PM ശ്രീ പദ്ധതി. അത് നടപ്പിലാക്കാതെ ഇരിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ മുമ്പ് നടപ്പിലാക്കിയിട്ട് 9 മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് പിൻവലിച്ചതാണ്. കേരള ഗവൺമെൻറ് ഈ പരിപാടി ഞങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കാൻ ഉദ്ദേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരവിപ്പിച്ചതുമാണ്. മരവിപ്പിച്ചു എന്ന പദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. മരവിപ്പിച്ച് ഇത്രയും മാസം എത്തിയല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. ഏത് ബ്ലോക്കാണ്, ഏത് സ്കൂളുകളാണ് എന്നുള്ള പേര് പോലും കൊടുത്തിട്ടില്ല. ആദ്യം പണം വാങ്ങി എന്നൊക്കെയുള്ള കളവാണ് പറഞ്ഞത്, അതിപ്പോൾ മാറ്റി. PMCയുടെ ഭാഗമായിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല, കൊടുക്കുന്നില്ല. കാരണം എങ്ങനെയാണ്, എവിടെയാണ് നടപ്പിലാക്കുന്ന പാടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന PD സന്തോഷിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ദേവസ്വം മന്ത്രി ആവശ്യം ചൂണ്ടിക്കാണിച്ച് SIT കത്ത് നൽകി. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കത്തയക്കുന്നത് എന്നും ദേവസ്വം മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. കൊള്ള എവിടെ നടന്നാലും അന്വേഷിക്കണം. ഈ വർഷം മുതൽ ശബരിമലയിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും. എല്ലാ ഇടപാടുകളും ഡിജിറ്റലായി മാത്രം നടത്തും. ബജറ്റ് നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാമ്പത്തിക സഹായത്തേക്കാൾ സാങ്കേതിക സഹായമാണ് വേണ്ടതെന്നും K ജയകുമാർ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് കർണാടക ലോബിക്ക് വേണ്ടിയെന്ന് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ്. ഇത് അഴിമതിക്ക് കളമൊരുക്കാനാണ്. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും MP രാജേഷ് ആരോപിച്ചു. ഇടത് സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. എന്നാൽ നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്ന 251% നികുതി നൽകണമായിരുന്നു. ബജറ്റിൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 20% വരെ വീര്യമുള്ള മദ്യത്തിന് 170%മാണ് പുതിയ നികുതി ഘടന. സമൂഹത്തിന്റെ ചെലവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടെ ഡോക്ടർ റീന ഇന്നും ജോലിക്കെത്തി. താൻ വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്നും പങ്കെടുക്കേണ്ട നിർണായക യോഗങ്ങളിലേക്ക് തള്ളിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഡോക്ടർ റീന പറഞ്ഞു. അതേസമയം റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ആരോഗ്യവകുപ്പിലെ കസേരകളിക്ക് പിന്നാലെ പുറത്തിറക്കിയ പുതിയ സർക്കുലറും വിവാദമായി. ആരോഗ്യപ്രവർത്തകർക്ക് ദീർഘ അവധി നൽകരുതെന്നാണ് നിർദ്ദേശം. DHS തർക്കത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ദേവസ്വം അംഗം PD സന്തോഷ് കുമാറിനെതിരെ SIT കത്തയച്ചത് ആക്ഷേപം കിട്ടിയതിനാണ്. ദേവസ്വത്തിലെ യൂണിയനാണ് പരാതി നൽകിയത്. കിട്ടിയ പരാതി അന്വേഷിക്കണമല്ലോ എന്നും K മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് മാവൂരിൽ പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. മാവൂർ പാറമ്മൽ സ്വദേശി സുനിതയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. പനി ബാധിതയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് വയറിളക്കവും പനിയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഷിഗല്ല പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ വിദേശ വനിതയ്ക്ക് എബോള അല്ലെന്ന് സ്ഥിരീകരണം. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച രക്തസാമ്പിളുകളുടെ ഫലം നെഗറ്റീവായി. പനിബാധിതയായാണ് സുഡാനിലെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തു. നീറ്റ് പുനഃപരീക്ഷ നാളെ. കനത്ത സുരക്ഷയിലാണ് പരീക്ഷ. അതിനിടെ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഔദ്യോഗിക സന്ദേശങ്ങൾ 7827980287 എന്ന വാട്സപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും ലഭിക്കുകയെന്നും ഇത് ബ്ലൂടിക്ക് വെരിഫൈഡ് നമ്പറാണെന്നും NTA അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരികെ സന്ദേശം അയക്കാനാവില്ല. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല. OTP ആവശ്യപ്പെടില്ല. പണമടയ്ക്കാനും ആവശ്യപ്പെടില്ലെന്നും ചോദ്യപേപ്പർ സംബന്ധിച്ച ഒരു കാര്യവും ഉണ്ടാകില്ലെന്നും NTA അറിയിച്ചു. ഇടവേള.
ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന അധിനിവേശത്തിലൂടെ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം അവർ അനധികൃതമായി പിടിച്ചെടുക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നതായിരുന്നു ആദ്യത്തെ ഉപാധി. എന്നാൽ പാകിസ്ഥാൻ ഇതൊരിക്കലും പാലിച്ചിട്ടില്ല. ഈ അനധികൃത അധിനിവേശ പ്രദേശമാണ് ഇന്ന് പാക് അധിനിവേശ കാശ്മീർ എന്നും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും അറിയപ്പെടുന്നത്. 1994 ഇന്ത്യൻ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം ഈ വിഷയത്തിലെ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഭരണഘടനാപരമായ ഉറപ്പാണ്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ ആ പ്രദേശം ഉടനടി ഒഴിഞ്ഞു പോകണമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ആ സുപ്രധാന പ്രമേയം. വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ നിലപാടിൽ ഇന്ത്യ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ അവകാശം ഒരു കാലത്തും അടിയറവ് വെക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിലെ വലിയ മാറ്റങ്ങളാണ് ഡോക്ടർ എസ് ജയശങ്കറിന്റെയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും വാക്കുകളിലൂടെ ലോകം കേൾക്കുന്നത്. മുൻകാലങ്ങളിൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകളിൽ കാശ്മീർ ഒരു വിഷയമായി വരുമ്പോൾ ഇന്ത്യ പലപ്പോഴും പ്രതിരോധത്തിലൂന്നിയ നയമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ സാഹചര്യം പൂർണ്ണമായും മാറിയിരിക്കുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ലോകമെങ്ങും ലോകപ്പാവേശം. ലോകകപ്പിൽ നെതർലൻഡ്സ് ഇന്ന് സ്വീഡനെ നേരിടും. ആദ്യ മത്സരത്തിൽ ജപ്പാനോട് സമനില വഴങ്ങിയ ഡച്ച് ടീമിന് ഇന്നത്തെ മത്സരഫലം നിർണായകമാണ്. ഹൂസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. രാത്രി 1:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. ആദ്യ മത്സരം ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് രണ്ട് ടീമും. പുലർച്ചെ 5:00 നടക്കുന്ന മത്സരത്തിൽ ഇക്വഡോറും കുറസോവയും ഏറ്റുമുട്ടും. അതിജയമാണ് രണ്ട് ടീമിന്റെ ലക്ഷ്യം. ടൊറന്റോയിലാണ് മത്സരം. രാവിലെ 9:00 നടക്കുന്ന മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ നേരിടും. നെതർലൻഡ്സിനെ സമനിലയിൽ പിടിച്ച ആത്മവിശ്വാസത്തിലാണ് ജപ്പാൻ. 2026 ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ തോൽപ്പിച്ചത്. ആദ്യ പകുതിയിലായിരുന്നു 3 ഗോളുകളും. ആദ്യ 11-ൽ ഇടം പിടിച്ച മത്തയൂസ് കൂഞ്ഞ 2 ഗോൾ നേടി. 23-ാം മിനിറ്റിലും 36-ാം മിനിറ്റിലുമായിരുന്നു കൂഞ്ഞയുടെ ഗോളുകൾ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറാണ് ലീഡ് 3-ആക്കിയത്. രണ്ടാം പകുതിയിൽ ലീഡ് ഉയർത്താൻ ഇറങ്ങിയ ബ്രസീലിന് ഹെയ്ത്തി പ്രതിരോധത്തെ മറികടക്കാനായില്ല. വിജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്തെത്തി. 2 മത്സരങ്ങളും തോറ്റ ഹെയ്ത്തി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ബ്രസീലിന് ആശങ്കയായി റഫീഞ്ഞയുടെ പരുക്ക്. മത്സരത്തിന്റെ 40-ാം മിനിറ്റിലാണ് പരിക്കിനെ തുടർന്ന് റഫീഞ്ഞ തിരികെ കയറിയത്. തുടയിലെ പരുക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ബ്രസീൽ ടീം വ്യക്തമാക്കിയിട്ടില്ല. വികാരഭരിതനായി റഫീഞ്ഞ സ്റ്റേഡിയം വിട്ട ദൃശ്യങ്ങൾ ആരാധകർക്ക് ആശങ്കയായി.
ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആതിഥേയരായ USA ലോകകപ്പ് നോക്കൌട്ടിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USന്റെ ജയം. മത്സരത്തിൽ 11ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെയാണ് US മുന്നിലെത്തിയത്. ഫ്ലോറിൻ ബലോഗാൻ നടത്തിയ മുന്നേറ്റമാണ് ഗോളിന് വഴിയൊരുക്കിയത്. ടീമിലെ പ്രായം കുറഞ്ഞ താരം അലക്സ് ഫ്രീമാനാണ് ഹെഡറിലൂടെ USന്റെ ലീഡ് ഉയർത്തിയത്. ലൈൻ റഫറി ആദ്യം ഓഫ്സൈഡ് വിളിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായിരുന്നു. താരസംഘടനയായ അമ്മയിലെ തർക്കം തുടരുന്നതിനിടെ വാർഷിക പൊതുയോഗം നാളെ ചേരും. കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ രാവിലെ 10 മണി മുതലാണ് യോഗം. നിലവിലുള്ള എക്സിക്യൂട്ടീവ് ആകെ മാറി പുതിയ നേതൃത്വം വരണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ നിലപാട്. എന്നാൽ വനിതാ നേതൃത്വത്തെ മാറ്റിയാൽ സംഘടനയ്ക്ക് തന്നെയാണ് മോശം എന്ന വിലയിരുത്തലിലാണ് മുതിർന്ന താരങ്ങൾ. അൻസിബ ഹസനെതിരായ നടപടി ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്ന് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചു. സിനിമാ മേഖല എല്ലാവർക്കും ഭയമായതുകൊണ്ടാണ് ആരും അവൾക്കൊപ്പം എന്ന് പ്രഖ്യാപിക്കാത്തത് എന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. അത്രമാത്രം ദുരൂഹതകളുണ്ട്. ഇവിടെ പല പെൺകുട്ടികൾക്കും നേരെയും ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവൾക്കൊക്കെ ഇത്ര ഭയമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നടിയെ ആക്രമിച്ച സംഭവം സമാനതകളില്ലാത്ത ഹീനകൃത്യമാണെന്ന് എഴുത്തുകാരൻ NS മാധവൻ. കേസിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കോടതി വ്യവസ്ഥയുടെ വിശ്വാസം ഇല്ലാതാകുന്നു. സമാനമായ ആക്രമണങ്ങൾ മുൻപും സിനിമാ മേഖലയിൽ നടന്നിട്ടുണ്ട്. അത് മൂടിവെക്കാനുള്ള കഴിവ് ആക്രമണം നടത്തിയവർക്കുണ്ടായിരുന്നു. അന്ന് അതിജീവിതമാർ നിശബ്ദരാക്കപ്പെട്ടു. ആ ധൈര്യത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നും NS മാധവൻ പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി വിരുദ്ധ പ്രവർത്തന ബോധവൽക്കരണത്തിനായി പള്ളികളിൽ ആഹ്വാനം നൽകാനും അഭ്യർത്ഥിച്ചു. ഇന്ന് നമ്മുടെ സംസ്ഥയുടെ അധ്യക്ഷൻ ജെഫ്രി തങ്ങളെ കണ്ടു, കാന്തപുരം ഉസ്താദിനെ കണ്ടു, അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിനെ 2:30 കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആചാര്യ രാജേഷിനെ കണ്ടു. അപ്പോൾ ഇവർക്കൊക്കെ ധാരാളം അനുയായികളും സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം തുഫാൻ വാരിയേഴ്സ് ആക്കിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവരുടെ അനുയായികളോടും അവരുമായി ബന്ധമുള്ളവരുടെ ഒരു പ്രചരണം നമുക്ക് ആവശ്യമാണ്. അത് വളരെ ഫലപ്രദമാണ്. കാരണം ഇത് 2 തരത്തിലാണ്. ഒന്ന് തുഫാൻ സ്ട്രൈക്ക്, പോലീസ് ഇറങ്ങി ഇത്തരം ആളുകളെ പിടിക്കുക. രണ്ടാമത്തെ തുഫാൻ വാരിയേഴ്സ്, ഇവരെല്ലാം ഞാൻ തൂഫാൻ വാരിയേഴ്സാക്കി. അപ്പോൾ തൂഫാൻ വാരിയേഴ്സ് ഇതിൻ്റെ ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രചരണം, അവരുടെ അനുയായികളുടെ ഇടയിലുള്ള പ്രചരണം, ഇതെല്ലാമാണ് അവർ. ധാരാളം സഭാ നേതാക്കന്മാർ തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം സെൻറ്ററുകളുമുണ്ട്. അവർ അതിൻ്റെയൊക്കെ സഹായം നമ്മൾ തരും. ലഹരിക്കെതിരെ എല്ലാ ഭിന്നതകൾക്കും അപ്പുറം എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. എല്ലാ മതങ്ങളും മദ്യത്തിനും ലഹരിക്കും എതിരാണെന്നും കാന്തപുരം പറഞ്ഞു. രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമകളായി വരുന്നതിനെ തടയുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. അതിന് മുമ്പോട്ട് വന്ന ഗവൺമെന്റ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയും ഞാൻ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഇതിന് ഞങ്ങൾ ചെയ്തു തരുമെന്നു. ഞങ്ങൾ മുമ്പിലുണ്ടാകുമെന്ന് പറയാത്തത് ഗവൺമെന്റ് മുന്നിലുള്ളതുകൊണ്ട് നമ്മൾ മുമ്പിൽ എന്ന് പറയുന്നില്ല. ഞങ്ങളതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അഥവാ പ്രവർത്തികൾ മുമ്പിൽ തന്നെ ഇറങ്ങി നിങ്ങളെ സഹായിക്കും. ലോകത്തെ സഹായിക്കലാണെങ്കിൽ ഒരു പാർട്ടിയെ സഹായിക്കലല്ല, ഈ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിന്റെ സംസ്കാരങ്ങളെയും കാത്ത് രക്ഷിക്കുന്നതാണ്. സംസ്ഥാനത്ത് ലഹരി മരുന്നിന്റെ ഉപയോഗവും വിതരണവും തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പുന്നപ്രയിൽ ജനകീയ ബോധവൽക്കരണം. പുന്നപ്ര പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ DYSP
KN രാജേഷ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പറവൂർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുരളീകൃഷ്ണൻ, SI-മാരായ ജയേഷ് ചന്ദ്രൻ, ബോബൻ, SPC ഇൻസ്ട്രക്ടർമാരായ ദബിൻ ഷാ, സുഭാഷ്, കാർത്തിക, CPO അരുൺ എന്നിവരും സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിക്ക് നേതൃത്വം നൽകി. കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിലെ ഉണ്ണിമിശിഹ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ട സംഭവത്തിൽ വീണ്ടും ആശയക്കുഴപ്പം. കല്ലറയുടെ നമ്പർ മാറിയതാണ് സംശയങ്ങൾ കാരണമായതെന്നും ദുരൂഹതയില്ലെന്നും കരിക്കോട്ടക്കരി പോലീസ് പറഞ്ഞു. അതേസമയം ദുരൂഹത നീങ്ങിയിട്ടില്ലെന്നും കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും പള്ളി വികാരി ജീൽബർട്ട് കൊന്നയിൽ ആവശ്യപ്പെട്ടു. നിയമപരമായി മുന്നോട്ട് പോകണമെന്നാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കല്ലറയിൽ എങ്ങനെ 2 മൃതദേഹമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കാണപ്പെട്ടു എന്ന സംശയം ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെന്നും ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. നാളെ ഇടവകങ്ങളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. മൂന്നാറിൽ +2 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടികളെ ലോഡ്ജിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം 2 പേരെ തമിഴ്നാട് ഡിണ്ടിഗൽ നിന്നുമാണ് പോലീസ് പിടിച്ചത്. കൊടൈക്കനാൽ സ്വദേശിയായ 21-കാരൻ B സുരേഷ്, പ്രായപൂർത്തിയാവാത്ത ഒരു സുഹൃത്തിനെയുമാണ് മൂന്നാർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഇൻസ്റ്റാഗ്രാം വഴി വിദ്യാർത്ഥിനിയുമായി പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത സുരേഷ് മൂന്നാറിലെ ഒരു സ്വകാര്യ ലോഡ്ജിലെത്താൻ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. തനിക്കൊപ്പം ഒരു സുഹൃത്തുമുണ്ടാകുമെന്നും മറ്റൊരു കൂട്ടുകാരിയെയും കൂട്ടി വരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സ്കൂളിൽ പോയ ശേഷം 2 വിദ്യാർത്ഥികളും വൈകുന്നേരം മൂന്നാറിലെത്തി. യുവാക്കളെ കണ്ടുമുട്ടിയ ശേഷം സ്കൂൾ യൂണിഫോം മാറി ഇവർ പ്രതികൾക്കൊപ്പം ലോഡ്ജിലെത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കൊയിലാണ്ടി പൊയിൽക്കാവിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. പൊയിൽക്കാവ് പാറയ്ക്കൽ താഴെ കുട്ടിക്കൃഷ്ണനാണ് ഭാര്യ സുധയെ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. വീടിന് മുൻപിലുള്ള ഷെഡിൽ വെച്ചാണ് കൊലപാതകം. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി കൊയിലാണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. കോഴിക്കോട് യുവതിയെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കൊയിലാണ്ടി ആരിക്കുളത്താണ് സംഭവം. വാഗമോളി പെരുമ്പോക്കോ വയൽ ഹൗസിൽ വിജിലന്റെ ഭാര്യ അപർണയെയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11:20 സംഭവം. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠനാണ് വെട്ടേറ്റത്. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. 3 പേർ ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇടത് കൈക്കാണ് വെട്ടേറ്റത്. ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മോഷണം നടത്തിയ ശേഷം CCTVയിൽ കുരുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ കള്ളൻ CCTV അടിച്ചു മാറ്റി. കോതമംഗലം ചെങ്കരയിൽ ഇന്ന് പുലർച്ചെ വീട് കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ചെങ്കരയിൽ ഏലിയാസിന്റെ വീട്ടിൽ തലയും മുഖവുമെല്ലാം മറച്ചാണ് മതിൽ ചാടി കള്ളൻ എത്തിയത്. വീടിന്റെ മുൻവശത്ത് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ക്യാമറ തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 13,390, പവന് 1,07,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,055, പവന് 88,440. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.